അസ്സലാമലൈക്കും. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. 7.5 ഇഞ്ച് നീളത്തിനും 8 ഇഞ്ച് വീതിക്കുമാണ് നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിടാം. പശയുള്ള ഭാഗം അകത്ത് പോണേ, പുറം പീസാണ്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കാം. ഇറക്കം നമ്മൾ ഫുള്ള് ക്യാൻവാസിന് എടുക്കുന്ന 7 ഇഞ്ചാണ്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ, അകലം എടുക്കുന്നത്, കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് നമ്മൾ 3 ഇഞ്ചാണ്. നമ്മൾ തുണിയിൽ വെട്ടിയിരിക്കുന്നത് 2.25 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ക്യാൻവാസിൽ നമ്മൾ 3 ഇഞ്ച് എടുക്കുന്നത്. ഇനി നമുക്ക് സ്ട്രെയിറ്റായിട്ട് നടുക്ക് ഒരു വര കൊടുത്തിട്ട് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കാം. 3 ഇഞ്ചിൽ 3 ഇഞ്ച് വീതിയും 7 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസ് എടുക്കുന്നത്. ഇനി ദാണ്ടെ ഈ മുകൾ ഭാഗം 1/2 ഇഞ്ച് നമ്മൾ ക്യാൻവാസ് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടുന്ന 1/2 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിനകത്ത് അളവെടുക്കാം. ഞാൻ ദാണ്ടെ ഈ ക്യാൻവാസിനകത്ത് അളന്നെടുത്ത് കട്ട് ചെയ്തൊരു ക്യാൻവാസാണ്. അതിനകത്ത് ഞാനൊന്ന് പറഞ്ഞു തരാം. ദാണ്ടെ നമ്മൾ മുകളിൽ നിന്ന് 3.5 ഇഞ്ച് ഇറക്കത്തിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഇതാണോ, 1/2 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞൊരു 3/4 ഇഞ്ച്, വീണ്ടും ഒരു 3/4 ഇഞ്ച്, പിന്നെ ഒരു 1/2 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ ഡിസൈൻ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലം നമ്മൾ എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. ഇനി നമുക്ക് വെട്ടാം. ഇതാണ്ട് മുകളിൽ നിന്ന് 3.5 ഇഞ്ചിൽ ആദ്യമേ നമ്മളൊരു മാർക്ക് കൊടുക്കുക. നമ്മൾ ആദ്യമേ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളിക്കളഞ്ഞ് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ്ടോ, മുകളിൽ നിന്ന് 3.5 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച്. ഇങ്ങനെ ആദ്യമേ ടേപ്പ് എടുക്കാതെ തന്നെ അളവെടുത്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ഇഞ്ച്, വീണ്ടും നമ്മളൊരു 3/4 ഇഞ്ച്, പിന്നെ നമ്മൾ വീണ്ടും ഒരു 1/2 ഇഞ്ച്. ഇത്രയാണ് നമ്മുടെ മാർക്കിങ്, ഈ ഡിസൈൻ്റെ മാർക്കിങ് വരുന്നത്. ഇനി നമുക്കിത് സ്ട്രെയിറ്റായിട്ട് ഓരോ വര കൊടുത്ത് കട്ട് ചെയ്യാം. എന്നിട്ട് ആദ്യമേ നമ്മൾ ഈ 3.5 ഇഞ്ച് ഇറക്കം എടുത്തെടുത്തിട്ട് സ്ട്രെയിറ്റ് വര കൊടുക്കാം. അത് കഴിഞ്ഞ് 1/2 ഇഞ്ചിനും നമ്മളതുപോലെ ഒരു വര കൊടുക്കാം. വീണ്ടും 3/4 ഇഞ്ചിന് നമ്മളൊരു വര കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ അകല ഭാഗമാണ് നമ്മൾ ഈ വരയ്ക്കുന്നത്. ഇതുണ്ട്, നമ്മൾ ആ 3/4 ഇഞ്ചിനും കൊടുത്തു. വീണ്ടും നമുക്കൊരു 1/2 ഇഞ്ചിനും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴുത്തിന് കൂടി ഈ അളവ് പറഞ്ഞു തരാം. മുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കഴുത്തിൻ്റെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് 7 ഇഞ്ച്. നമ്മൾ 7 ഇഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ നിന്ന് 3.5 ഇഞ്ചിന് ആദ്യമേ നമ്മളൊരു ലൈൻ കൊടുക്കുക. കഴുത്തിൻ്റെ അകലമാണേ. ഇതാണ് നമ്മുടെ ഓപ്പൺ ഭാഗം, ഇത് നമ്മുടെ മടക്ക് സൈഡാണ്. അടുത്ത 1/2 ഇഞ്ച് നമ്മൾ ആ ടേപ്പിന് അളന്നിട്ട് അവിടെയും നമ്മൾ ഇതേപോലൊരു വര കൊടുക്കുക. വീണ്ടും നമ്മൾ എടുക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ചാണ്. അവിടെയും നമ്മൾ ഒരളവ് കൊടുക്കുന്നു. വീണ്ടും 3/4 ഇഞ്ച്, വീണ്ടും 1/2 ഇഞ്ച്. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ അളവെടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യണ്ടേ, നമുക്ക് നോക്കാം. ഇനി ഇതാണ്ടേ, ആദ്യത്തെ വരയിൽ നമ്മൾ വരയ്ക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ആ 1/2 ഇഞ്ച് എടുത്തതിൻ്റെ വരയുടെ ഭാഗത്തൊരു 1.25 ഇഞ്ച് ഇവിടുന്ന്, അതായത് ആ വരയിൽ നിന്ന് 1.25 ഇഞ്ച് നമ്മൾ ആദ്യമേ ഒരു പോയിൻ്റ് കൊടുക്കുക. കണ്ടല്ലോ, ആദ്യം ഒരു പോയിൻ്റ് കൊടുക്കുക. അതിനെ ഇങ്ങനെ ക്രോസിന് ചരിച്ച് മുകളിൽ നിന്ന് ആ വരയിൽ കൊണ്ടുവന്ന് മുട്ടിക്കണം. കണ്ടല്ലോ. ഇനി അവിടെ നിന്ന് താഴോട്ട് ആദ്യമേ നമ്മൾ ഇവിടുത്തെ അളവാണ് എടുക്കേണ്ടത്. ആ അളവെടുക്കുന്ന 1 ഇഞ്ചാണേ. അതായത് ആ ലൈനിൽ നിന്ന് 1 ഇഞ്ച്, ആ 1 ഇഞ്ച് കൊണ്ടുവന്നതിന് ശേഷം മുകളിൽ നിന്ന് ഈ മുകളിൽ നിന്ന് ആ 1 ഇഞ്ചിലോട്ട് നമ്മുടെ കഴുത്ത് വരണം. ഈ ഭാഗം ഞാൻ ഇതും കൂടെ കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചിലോട്ട് കൊണ്ടുവന്ന് ഈ അകലവും കൂടെ നമുക്ക് നോക്കാനുണ്ട്. 1.25 ഇഞ്ച്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമതൊരു 3/4 ഇഞ്ചിന് വര കൊടുത്തേക്കുന്നേ. ആ വരയുടെ
ഭാഗത്ത് അവിടെ നമ്മൾ കൊടുക്കേണ്ട വീതി, കഴുത്തിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ചിന് നമ്മളിവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെ, 1 ഇഞ്ചിൽ നമുക്കിവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ തെളിപ്പിച്ച് കാണിക്കാമേ. 1 ഇഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന അളവെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അളവ് വേണ്ടേ, നമ്മളിവിടെ 1 ഇഞ്ച് എടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലൈനിൽ തന്നെ 1 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ക്രോസ് ഇത് ചെയ്ത് അങ്ങോട്ട് മുട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ആ 1 ഇഞ്ചിലും കൂടെ നമ്മൾ അടയാളം കൊടുക്കും. ഈ വരെയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 2 ഇഞ്ചാണ് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത്. അതിനകത്ത് 1 ഇഞ്ച് ആദ്യമേ നമ്മളെടുത്തൊരു ക്രോസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 1 ഇഞ്ച് അളവ് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ അവിടെ 1 ഇഞ്ചും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടുന്ന അളവ് ഇനി കണ്ടോ, നമുക്ക് അടുത്ത ലൈനിൽ 3/4 ഇഞ്ചിൻ്റെ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും 1.25 അവിടെ നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ടോ. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മുകളിൽ നമ്മൾ 1 ഇഞ്ച് എടുത്തത് കണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടുന്ന കണ്ടോ, ഇനി നമ്മൾ ഏറ്റവും താഴത്തെ ലൈനിലാണ്, താഴത്തെ ലൈനിൻ്റെ തൊട്ട് മുകളിലത്തെ ലൈനിൽ ഇതുണ്ടോ നമ്മൾ എടുക്കുന്ന 2.5 ഇഞ്ചും 1 പോയിൻറ്റും 2.5 ഇഞ്ചും 1 പോയിൻറ്റും നമ്മൾ അവിടെയും ഇതുപോലെ ലൈൻ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും താഴെ വരുന്നത് കണ്ടോ, ഏറ്റവും താഴെ വരുന്ന 3 ഇഞ്ച്, ആ 3 ഇഞ്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു ഡോട്ടിട്ട് കൊടുക്കുക. ഇതുണ്ടോ അവിടെ നിന്ന്, അതായത് 2.5 ഇഞ്ചും 1 പോയിൻറ്റും ഉള്ളിടത്തു നിന്ന് നമ്മൾ താഴോട്ട് കണ്ടോ. ഇപ്പം വെട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടോ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത അകലം, അവിടെ നിന്ന് അതേപോലെ എടുത്ത അകലം, ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 1 മാസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്കുള്ള ഉമ്മായിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നത് കൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി നമുക്ക് പുറകു കഴുത്താണ് വേണ്ടുന്നത്. 6.5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ളൊരു ക്യാൻവാസ് എടുക്കുക. 5.5 ഇഞ്ചാണ് നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ലെങ്ത് വേണ്ടുന്നത്. വൈഡ് 3 ഇഞ്ചുമാണ് വേണ്ടുന്നത്. നമുക്ക് കട്ട് ചെയ്ത് ഒരു പീസിനകത്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും ക്ലേസിംഗ് ഉള്ള ഭാഗമാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയുടെ മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെയും ബായ്, അസ്സലാമു അലൈക്കും.